സുഹൃത്തുക്കളെ, നമ്മളെന്നും ഭക്ഷണത്തിൽ വെറൈറ്റി ആഗ്രഹിക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ദോശയും സാമ്പാറും പപ്പടവും ഓംപ്ലേറ്റും ഒക്കെ ആയിട്ട് ഇന്നുള്ളൊരു ഡിഷ്. അപ്പോൾ അതിനായിട്ട് നമ്മളിങ്ങനെ സാമ്പാർ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് തന്നെ മാവ് നല്ലോണം ഇളക്കി ദോശ തവയിലേക്ക് ദോശ ഒഴിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ സാമ്പാറും ദോശ ഒഴിക്കുന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് വേറെ പണികളൊക്കെ ഉണ്ട്. അടുത്ത് ഓംപ്ലേറ്റ് ഉണ്ടാക്കാനുള്ള മുട്ട റെഡിയാക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് പണികളുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ആദ്യമായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശയാണ്. അതിൻ്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് മറ്റേ പപ്പടമൊക്കെ ലാസ്റ്റ് മതി, പക്ഷെ ദോശയാണ് മെയിൻ. അപ്പോൾ ഈ ദോശ ഇങ്ങനെ കോരി ഒഴിച്ച് ഇങ്ങനെ പരത്തി എടുക്കുന്നത് വെച്ചാൽ ഇത്തിരി കഷ്ടപ്പാടാണ്. അതും വലിയ മറ്റേ തവയൊക്കെ ആണെങ്കിൽ ഓക്കെ. ഇത് നമ്മളെ വീട്ടിലുള്ള ചെറിയ തവയാണെങ്കിൽ അതിനകത്ത് രണ്ട് ഇങ്ങനെ ദോശ ഒഴിക്കാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ പപ്പടവും ഇങ്ങനെ കാച്ചിയെടുക്കണം. അപ്പം ഞാൻ ഒരാൾ മാത്രമല്ല, ഞാനും എൻ്റെ ഭാര്യയും കൂടിയാണ് ഈ പ്രയത്നം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പപ്പടം ഇങ്ങനെ തൂക്കിയെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പപ്പടത്തെ തൂക്കിയെടുത്ത് താഴെ വീണാൽ പിന്നെ അത് പൊട്ടിത്തരിപ്പണമാവും. അപ്പോൾ ഇങ്ങനെ ഈ തൂക്കിയെടുത്ത് വച്ചുകൊണ്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ന് വെച്ചാൽ ഒരു ക്യാമറയെ കാണട്ടെ, ചേട്ടാ എത്തി ക്യാമറയെ കാണട്ടെ എന്നൊക്കെ പറഞ്ഞാണ് വച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് കാര്യമാക്കണ്ട നിങ്ങൾ. ഈ ഈ അടുക്കളയിൽ നിന്നുള്ള കാര്യം കണ്ട, ഈ അടുക്കള കണ്ടോ ഇപ്പോൾ എന്താ ഒരു ഭംഗി. രണ്ടുപേരും നിൽക്കുന്നു, ഒരു സ്റ്റൗവിൻ്റെ മേളിൽ ഒരു ദോശത്തവ, അതിൻ്റെ അടുത്ത് അപ്പുറത്തൊരു തവ ഇരിക്കുന്ന എന്തോ കടുവ എന്തോ ഇട്ടുകൊണ്ടിരിക്കണം. ആ ചമ്മന്തി ഉണ്ടാക്കാനാണ്, വെള്ള ചമ്മന്തി കേട്ടോ. ഇപ്പം ജസ്റ്റ് വെള്ള ചമ്മന്തി ഇങ്ങനെ അരച്ച് വെച്ചതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം അതും കൂടെ ഉണ്ട് ഇട്ടിട്ട് ഇപ്പം ആ ചമ്മന്തി എടുത്ത ആ പച്ചമുളക്, എന്താ ചുമന്ന മുളക്, ഉണക്ക മുളക് അങ്ങോട്ട് പിച്ചി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ പിച്ചി ഇട്ട മുളക് ഇങ്ങനെ ഇളക്കി കൊണ്ട് അതിൻ്റെ പുറത്തൂടെ കണ്ടോ ആ ചമ്മന്തി എടുത്ത് അങ്ങോട്ട് ഒഴിച്ച് ഇനി അതിന് ഒരു ഇളക്കിയിട്ട് അങ്ങോട്ട് എടുത്ത് വെച്ചാൽ ഉണ്ടല്ലോ, സത്യം പറഞ്ഞു അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയണ്ട. അത് അടുത്തതാണ് ഐറ്റം ബുൾസെ. നമുക്ക് ബുൾസെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദോശയുടെ കൂടെ സാമ്പാർ ചമ്മന്തിയുടെ കൂടെയൊക്കെ ഉള്ള മെയിൻ ഐറ്റമാണ് ബുൾസെ. ആ ബുൾസെ കിടക്കുന്ന രംഗം കണ്ട, ഇങ്ങനെ വെള്ളയിൽ രണ്ട് മഞ്ഞകൾ ഇങ്ങനെ കിടക്കുന്നത്. അവിടെ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് ചിഹ്നം പറഞ്ഞു. പക്ഷെ ലവ് ചിഹ്നത്തിന് വരെ എന്തോ ഒരു ചിഹ്നം വന്നിട്ടുണ്ട്. അതിൻ്റെ പുറത്തൂടെ അങ്ങനെ ഉപ്പ് തൂറ്റുകയാണ്. ഇനി ഉപ്പ് തൂറ്റിയിട്ട് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് പെപ്പർ, കുരുമുളക് പൊടി തൂറ്റുക എന്നുള്ളതാണ്. അതിങ്ങനെ എടുക്കാൻ പോയിക്കാണ്. ആ കുരുമുളക് പൊടി കൂടെ വന്നു കഴിഞ്ഞാൽ അതെടുത്ത് അങ്ങോട്ട് തൂറ്റിയിട്ട് ഇങ്ങനെ ഒന്നും പറയണ്ട, കുരുമുളക് പൊടി അങ്ങോട്ട് തൂറ്റുകയാണ്. ഇതും കൂടെ അങ്ങോട്ട് എടുത്തിട്ട് അങ്ങനെ അത് ആ മഞ്ഞ ഉടയാതെ ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കണം. എടുത്തിട്ട് ഒന്നും പറയണ്ട, എന്താ ഒരു രസം. ഇതാ വന്നു ഡിഷ് എല്ലാം, അവരുടെ ഡൈനിങ് ടേബിൾ വന്നു, എല്ലാം എടുത്ത് പ്ലേറ്റിൽ വെച്ചു. അതാ കണ്ട ബുൾസെ ഇങ്ങനെ ചിരിക്കുക നമ്മൾ നോക്കിയിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഈ രസവും ചമ്മന്തിയും പപ്പടവും എല്ലാം എടുത്ത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ